ഹലോ, എന്താ വിശേഷം? ഇന്നത്തെ ഒരു ചെറിയ 5 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും മുഴുവൻ കാണാൻ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇന്ന് നല്ല മഴയുള്ള ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് പുറത്ത് നല്ല മഴയുള്ള അന്തരീക്ഷമാണ്. സമയം ഏകദേശം ഒരു 10:30 കേട്ടോ കാലത്ത്. അപ്പൊ ഇന്ന് ഓഗസ്റ്റ് 15. അപ്പോൾ എല്ലാവർക്കും ഹോളിഡേ ദിവസമല്ലേ. അപ്പോൾ ഞങ്ങൾ കൊടി ഉയർത്താനൊക്കെ പോയിട്ട് കൊടി ഉയർത്തി കഴിഞ്ഞിട്ട് ഞങ്ങള് ഇനി പുറത്തുനിന്ന് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പൊ ഞാൻ ദുബായിലാണ്. ഞങ്ങള് ഇപ്പൊ സിറ്റിലായിരിക്കുന്നത്. അപ്പൊ പോകുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്കൊക്കെ എല്ലാവരും എന്താ എന്നൊക്കെ കാണിച്ചു തരാം. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തിനാ ദുബായിൽ പോകുമ്പോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോണേ, അവിടെ നല്ല സാധനങ്ങൾ, ക്വാളിറ്റി സാധനങ്ങളൊക്കെ കിട്ടില്ല എന്നുള്ളത്. ക്വാളിറ്റി സാധനങ്ങളൊക്കെ കിട്ടും, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കിട്ടില്ല. ഇപ്പോ ഒരു കോട്ടൺ സാധനമാണെങ്കിൽ മിക്സ്ഡ് കോട്ടൺ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കിട്ടുക. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ, നമ്മൾ ഉപയോഗിച്ച് ശീലമുള്ള സാധനങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് തന്നെ വാങ്ങിക്കുക തന്നെ വേണം. പിന്നെ കോസ്റ്റ് കൂടുതലാണ്, സാധനങ്ങളുടെ വില കൂടുതലാണ്. എന്നാൽ അവിടെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടൂല കേട്ടോ. അങ്ങനെയുണ്ട്, രണ്ട് ഡിഫറൻസ് ഉണ്ട്. ഇവിടെയുള്ള സാധനങ്ങൾ അവിടെയും കിട്ടില്ല, അവിടെയുള്ള സാധനങ്ങൾ ഇവിടെയും കിട്ടില്ല. അതുകൊണ്ട് അവിടുന്ന് വരുമ്പോൾ കുറെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടും, ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ കുറെ സാധനങ്ങൾ അങ്ങോട്ടും കൊണ്ടുപോകും. അപ്പൊ അതൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ കുറച്ച് ചെറിയ പർച്ചേസ് ഉണ്ട്. മോൻ നെക്സ്റ്റ് അടുത്ത വർഷം അവൻ പത്തിലേക്കാണ് ഇനി അടുത്ത വർഷം. അപ്പൊ അവന് കുറച്ച് ബുക്സ് വേണം, ഗൈഡ് വേണം, അതൊക്കെ വാങ്ങണം. അപ്പോ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ചാനൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നമ്മൾ ദുബായിൽ എത്തി കഴിഞ്ഞാൽ അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാത്തതായതും അറിയാത്ത ടേസ്റ്റും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കമന്റ് എല്ലാം എനിക്ക് തരിക. അതൊക്കെ എനിക്ക് ഭയങ്കര വാല്യൂബിൾ കാര്യങ്ങളാണ്. അപ്പോൾ കീപ്പ് ഓൺ വാച്ചിങ്. ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴയായിരുന്നു. ഓരോ തുള്ളി അത്രയും വലിയ തുള്ളികളായിരുന്നു കേട്ടാ. റോഡ് ഫുള്ള് വെള്ളമായിരുന്നു, നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷോപ്പിൽ ചെന്ന് ഇറങ്ങുന്നതിന്റെ ഫോട്ടോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഫസ്റ്റ് തന്നെ ഞങ്ങൾ പർച്ചേസ് ചെയ്തത് അണ്ടർ ഗാർമെന്റ്സ് ആയിട്ട് ടവലൊക്കെ ആയിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ ഞാനൊരു കോട്ടൺ ഫാൻ ആയതുകൊണ്ട് എനിക്ക് കോട്ടൺ സാധനങ്ങൾ വേണമെന്ന് നിർബന്ധമാണ് കേട്ടോ. അത് എൻ്റെ മോനായാലും ഞങ്ങൾ എല്ലാവരും കോട്ടൺ തന്നെ ഉപയോഗിക്കാം. കോട്ടൺ സാധനങ്ങളാണ് കൂടുതലും വാങ്ങിയത്. ഞാൻ ഓൾറെഡി സ്റ്റിച്ച്ഡ് ഡ്രസ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞ ഷോപ്പില്ലേ, അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിന്റെ ഭംഗി കണ്ടപ്പോ ഞാൻ ഇങ്ങനെ അറിയാതെ നോക്കിപ്പോയി. അതിന്റെ കൂടെ തന്നെ ട്രയലും ചെയ്തു. പിന്നെ ഹസ്ബൻഡിന് കുറച്ച് ഷർട്ട് പാന്റ് വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പൊ ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വാങ്ങാനായിട്ട്. പക്ഷെ വാങ്ങിച്ചു വന്നപ്പോ അങ്ങനെ ഒരു 4 മാത്രം. നമ്മള് LPയുടെ ഷർട്ടാണ് വാങ്ങിച്ചത്. കാരണം വെച്ചാൽ ഫോർമൽ ഓഫീസ് യൂസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു കാരണം അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണമായി. അപ്പൊ ഞങ്ങളൊന്നൊരു ചായ കുടിച്ചിട്ട് ഫ്രഷ് ആയിട്ട് നമുക്ക് അടുത്ത് പർച്ചേസ് ചെയ്യാന്ന് വിചാരിച്ചു. അതിനുശേഷം ഞങ്ങള് ഈ സ്ഥലം കണ്ട ആർക്കെങ്കിലും ഓർമ്മ വരുന്നത് ഏതാന്ന്? കോളേജിൽ പഠിച്ച എല്ലാ കുട്ടികളും ഈ സ്ഥലത്ത് എന്തായാലും കയറിയിട്ടുണ്ടാവും. നമ്മുടെ തൃശ്ശൂരുള്ള വടക്കേ സ്റ്റാൻഡിലുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ആട്ടാ. അവിടുന്ന് ഒരു ചായയും നമ്മുടെ സ്ഥിരം കട്ട്ലേറ്റും കഴിച്ചപ്പോൾ ഒന്ന് ഫ്രഷ് ആയി. തിരിച്ചു പിന്നെയും നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ പോയി. ഇത് കല്യാണിന്റെ ഷോപ്പാണ് കേട്ടോ. കല്യാൺ പാലസ് റോഡിലുള്ള കല്യാണിലാണ് നമ്മൾ പോയത്. അപ്പൊ ചുരിദാർ മെറ്റീരിയൽ കുറച്ച് വാങ്ങാന്ന് വെച്ചു. ഓണം സീസൺ ആയ കാരണം ഭയങ്കര തിരക്കായിരുന്നു. പക്ഷെ സർവീസ് നന്നായിട്ടുണ്ടായിരുന്നു. അതായത് ഈ ചുരിദാർ സെക്ഷനിൽ മാത്രം കേട്ടോ നല്ല സർവീസ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റി. ഞാനൊരു 8 ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ഷോപ്പിൽ ചെന്നിട്ട് ഞാൻ ആരുടെയും മുഖം ഫേസ് ഒന്നും കാണിക്കേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്റെ കൺട്രോൾഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ദുബായിൽ പോയാലും ഇതുപോലെ മറ്റുള്ളവരുടെ ഫേസ് കാണിക്കണമെങ്കിൽ പെർമിഷൻ വേണം. അപ്പോ നമുക്ക് ഇവിടെയും ഞാനത് തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കിയാണ്. അധികം ആൾക്കാരുടെ ഒന്നും കവർ ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇഷ്ടം പോലെ സാരി കളക്ഷൻ ഉണ്ട്, കോട്ടൺ കളക്ഷൻ ഉണ്ട്, നന്നായിട്ടുണ്ട്. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഒരു 3 ആഴ്ച മുന്നേ പോയപ്പോൾ സെലക്ഷൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ എന്റെ എല്ലാ പർച്ചേസും കഴിഞ്ഞു. ഇന്നത്തെ എന്റെ ബില്ല് അടച്ചത് എന്റെ ചേച്ചിയാണ് കേട്ടോ. എനിക്ക് എല്ലാ സാധനങ്ങളും എപ്പോഴും വാങ്ങിച്ചു തരാറ് എന്റെ ചേച്ചി തന്നെയാണ്. പിന്നെ അമ്മയ്ക്ക് ഒരു സെറ്റ് മുണ്ട് വാങ്ങണമെന്ന് നോക്കി. പിന്നെ ക്ഷമയുണ്ടായിരുന്നില്ല, നാളെ വാങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാം നല്ല പർച്ചേസ് ചെയ്യാൻ പറ്റിയ സമയം തന്നെയാണ്. ഇപ്പോൾ നല്ല സെലക്ഷൻ ഉണ്ട്, വന്ന് പർച്ചേസ് ചെയ്യാം. താങ്ക് യു, ബൈ.